വയസ്സായവരിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പലപ്പോഴും മറ്റു മാനസികാരോഗ്യ പ്രശ്നങ്ങളായി തെറ്റായി നിർണ്ണയിക്കപ്പെടുന്നു. ചില പഠനങ്ങൾ പ്രകാരം ആശങ്കാസംബന്ധമായ രോഗങ്ങൾ, മാനസികാധോരയാകം, ബൈപോളാർ ഡിസോർഡർ, പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നിവയാണ് പൊതുവെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആയി തിരിച്ചറിയപ്പെടാതെ പ്രാഥമിക രോഗനിർണയമായി രേഖപ്പെടുത്തപ്പെടുന്നത്. 2006 നടത്തിയ ഒരു പഠനം പ്രകാരം യുഎസിലെ മുതിർന്നവരിൽ ജീവിതകാല വ്യാപ്തി ഏകദേശം 4.4%. എന്നാൽ 2006 നടത്തിയ ഒരു പഠനം പ്രകാരം യുഎസിലെ മുതിർന്നവരിൽ അറ്റൻഷൻ ജീവിതകാല വ്യാപ്തി ഏകദേശം 4.4%. എന്നാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ളവരിൽ ഭൂരിഭാഗത്തിനും ഏകദേശം 75% വരെ ആദ്യം മറ്റേതെങ്കിലും രോഗനിർണയം നൽകപ്പെട്ടിട്ടുണ്ട്. 2004 പഠനത്തിൽ കാണിച്ചതുപോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ലക്ഷണങ്ങൾ പലപ്പോഴും ഡിപ്രഷൻ അല്ലെങ്കിൽ ആശങ്കാസംബന്ധമായ രോഗങ്ങൾ ആയി തെറ്റായി തിരിച്ചറിയപ്പെടുന്നു, പ്രത്യേകിച്ച് ശ്രദ്ധക്കുറവും പ്രേരിത പ്രവർത്തനങ്ങളും വികാരനിയന്ത്രണത്തിലെ ബുദ്ധിമുട്ടുകളും വ്യക്തമായി മനസ്സിലാക്കാത്തപ്പോൾ. ഉള്ളവരിൽ ഭൂരിഭാഗത്തിനും ഏകദേശം 75% വരെ ആദ്യം മറ്റേതെങ്കിലും രോഗനിർണയം നൽകപ്പെട്ടിട്ടുണ്ട്. 2004 പഠനത്തിൽ കാണിച്ചതുപോലെ 2006 നടത്തിയ ഒരു പഠനം പ്രകാരം യുഎസിലെ മുതിർന്നവരിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിയുടെ ജീവിതകാല വ്യാപ്തി ഏകദേശം 4.4%. എന്നാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ളവരിൽ ഭൂരിഭാഗത്തിനും ഏകദേശം 75% വരെ ആദ്യം മറ്റേതെങ്കിലും രോഗനിർണയം നൽകപ്പെട്ടിട്ടുണ്ട്. 2004 പഠനത്തിൽ കാണിച്ചതുപോലെ ലക്ഷണങ്ങൾ പലപ്പോഴും ഡിപ്രഷൻ അല്ലെങ്കിൽ ആശങ്കാസംബന്ധമായ രോഗങ്ങൾ ആയി തെറ്റായി തിരിച്ചറിയപ്പെടുന്നു, പ്രത്യേകിച്ച് ശ്രദ്ധക്കുറവും പ്രേരിത പ്രവർത്തനങ്ങളും വികാരനിയന്ത്രണത്തിലെ ബുദ്ധിമുട്ടുകളും വ്യക്തമായി മനസ്സിലാക്കാത്തപ്പോൾ. ലക്ഷണങ്ങൾ പലപ്പോഴും ഡിപ്രഷൻ അല്ലെങ്കിൽ ആശങ്കാസംബന്ധമായ രോഗങ്ങൾ ആയി തെറ്റായി തിരിച്ചറിയപ്പെടുന്നു, പ്രത്യേകിച്ച്